അതിനു മുമ്പ് നമ്മളിതിനെ കുറേയെങ്കിലും നമ്മൾ ഒരു 13 വയസ്സ് 12 വയസ്സ് തൊട്ടേ തന്നെ ഈ മക്കളോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അതായത് എന്താണ് നമ്മുടെ ഒരു നല്ല മാനസിക ആരോഗ്യം, എങ്ങനെ നമ്മുടെ ശാരീരികമായ ആരോഗ്യം നിലനിർത്തണം എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ നമ്മുടെ കൗമാരപ്രായക്കാർക്ക് എന്ത് തന്നെയായാലും നമുക്കറിയാം അവരുടെ ഹോർമോൺ ലെവലുകൾ വരുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന തോന്നലുകളുണ്ട്. അത് തെറ്റല്ല. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും നമുക്ക് അപകടകരമല്ലാത്ത രീതിയിൽ, അപകടകരം എന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവും അല്ലാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് അതിൻ്റെ മുന്നോട്ടുള്ള നടപടി എന്നുള്ളത് നമ്മുടെ ഈ സ്നേഹിത ഗ്രൂപ്പിനും കുടുംബശ്രീ മിഷനും അത് എനിക്ക് തോന്നുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ട് വേണം. വളരെയധികം നമുക്കിത് കാണുമ്പോഴുള്ള നമ്മൾ ഓരോ കേസും കാണുമ്പോഴും അതിനുശേഷം ഉണ്ടാകുന്ന ആ മാതാപിതാക്കൾ അതിനുശേഷം അവർ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. പിന്നെ ഏത് കാര്യത്തിലായാലും ഈ അസുഖങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു കുടുംബശ്രീ തരത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ കിട്ടി സംസാരിക്കുക, അതെങ്ങനെ പറ്റും, അല്ലെങ്കിൽ അത് നമ്മൾ സ്കൂളിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്താൽ നമ്മളെ പോലെയുള്ളവർ അങ്ങനെ വന്ന് സംസാരിക്കാം. അത് നമുക്ക് അവരുമായിട്ടൊന്ന് ഇടകലർന്ന്, അതായത് ഇങ്ങനെ ഭയങ്കര ഒരു അക്കാഡമിക് ഫ്ലോ അതല്ലാതെ തന്നെ 1-to-1 ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഈ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു കാര്യം ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം, രോഗങ്ങൾ നമുക്ക് കിട്ടാം, അത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കാം, അത്രയും സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ എന്ന് പറയുന്നത് എങ്ങനെ അവരിൽ എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കൗൺസിലേഴ്സിന് ചെയ്യാൻ പറ്റും, അവരുടെ നമ്മുടെ കുടുംബ ശ്രീ ഗ്രൂപ്പുകളിൽ വരുന്ന അമ്മമാരോട് ഇത് പറയാൻ പറ്റും. പക്ഷേ ഈ അമ്മമാരാരും തന്നെ എനിക്ക് തോന്നുന്നില്ല അവരവരുടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞ് അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ പേരൻസിന് എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല. പക്ഷേ സ്കൂൾ തലത്തിലോ ആ രീതിയിലാവുമ്പോൾ അത് അവരുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ, അതായത് നമുക്കറിയാം ഒരു സിവിക് സെൻസ് പഠിപ്പിക്കുന്നവരെ നമ്മൾ ക്യൂ നിൽക്കണം, ഒരു സ്ഥലത്ത് നിന്ന് ക്യൂ നിൽക്കണമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പൊതുസമൂഹത്തിനെ നമ്മൾ എത്ര മര്യാദയോടെ കാണണമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യവും കൂടെ നമ്മുടെ കരിക്കുലത്തിൽ കൊണ്ടുവന്ന് സ്കൂൾ തലത്തിൽ നമ്മൾ ആക്റ്റീവായിട്ട് അവർ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കാരണം വേറെ ഓൺലൈൻ മീറ്റിംഗ് ACs വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചതിന് സ്നേഹിതയുടെ ഗ്രൂപ്പിന് വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനായാലും എവിടെ ഇങ്ങനെ സോഷ്യലി ഇടപെടാനാണെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. നിങ്ങൾ വിളിച്ചാൽ മതി, നമുക്കത് സംസാരിക്കാം. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ടൈമാണ്. അപ്പോൾ ആ സമയം ഒന്ന് ആഫ്റ്റർനൂൺ ആക്കിയാലും ഒരു 3 മണിക്ക് ശേഷമോ, ഇപ്പം നമ്മൾ കോർപ്പറേഷനിലും ഈ പറയുന്ന ജാഗ്രതാ കമ്മിറ്റിയിലൊക്കെ ഞാനുണ്ട്. അപ്പം അത് 11 മണിക്ക് വെക്കുമ്പോൾ നമുക്ക് പോകുമ്പോൾ ഇടയ്ക്ക് മീറ്റിങ്ങുകൾ വരും, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സാറ് വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു മറ്റേ ഗീത മാഡവും ഇതിനകത്ത് വളരെ സ്റ്റഡികൾ ചെയ്തിട്ടുള്ളതാണ്. മാഡം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. സീരിയസ് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഈ 18 വയസ്സല്ല, 12, 13, 10 അത് വളരെ പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ലെവലിലല്ല കാര്യങ്ങൾ. നമ്മൾ അറിയാതെ തന്നെ സമൂഹത്തിൽ അതങ്ങ് വളരെ സ്കൂൾ തലത്തിലൊക്കെ ഈ ഡ്രഗിനൊരു റോളുണ്ട്, അല്ലാതെ പിയർ ഗ്രൂപ്പുണ്ട്, സാറിന് അറിയാമായിരിക്കും, അല്ല വാട്സാപ്പ് ഗ്രൂപ്പുകളിനകത്തും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിനകത്തൊക്കെ പെട്ടുപോവുകയാണ്. അത് പേരൻസ് അറിയുന്നേ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് പ്രശ്നമായി കഴിയുമ്പോൾ മാത്രമാണ് ഇത് അറിയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിൽ നിൽക്കാം മാഡം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനും അരുൺ സാറിന് ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.